നമുക്ക് ചണ്ഡീഗഡിൽ നിന്ന് നമ്മളിന്ന് പോകുന്നത് കൽക്ക റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾ ഷിംലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൽക്കയിലേക്ക് ഉള്ള ട്രെയിനാണിത്. ഇതിൽ കയറി ഇപ്പോൾ കൽക്ക റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ചണ്ഡീഗഡിലേക്ക് ഷിംലയിലേക്ക് പോകാൻ ടോയ് ട്രെയിനിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ചണ്ഡീഗഡ് വരിക. ചണ്ഡീഗഡിൽ നിന്ന് നമുക്ക് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് പോകാൻ സാധിക്കും. ചണ്ഡീഗഡ് എത്താൻ വേണ്ടി നമുക്ക് കേരളത്തിൽ നിന്ന് കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ഉണ്ട്. അതെല്ലാം തിങ്കളാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു ട്രെയിൻ യാത്രയാണ് കൽക്ക ഷിംല ടോയ് ട്രെയിൻ യാത്ര. ഇതാണ് ടോയ് ട്രെയിൻ. ഇതിൻ്റെ അകത്തെ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സീറ്റൊക്കെ വളരെ ചെറുതാണ്. അകത്ത് തന്നെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രെയിൻ വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. 20 km/h ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ പോകുന്നത്. ഏകദേശം 96 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കാറുണ്ട്. ഏകദേശം ഇതിന് ഒരു 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ സമയമെടുക്കും. 100 കണക്കിന് പാലങ്ങളും തുരങ്കങ്ങളും കടന്ന് മലനിരകൾ കൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണിത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ട്രെയിൻ ടിക്കറ്റ് 2 മാസം മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് 1 മാസം മുന്നേ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. 1 മാസം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ 1 ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആവുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ ട്രെയിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ജനറൽ സിറ്റിംഗ് അവൈലബിൾ ഉണ്ട്. ഒരു ബോഗി മാത്രമേ ഉള്ളൂ, ജനറൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്ത് നമ്മൾ ഷിംലയിലൂടെ പോകാൻ തീരുമാനിച്ച് വരികയാണെങ്കിൽ പോലും നമ്മൾ TTR കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ട്രെയിൻ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും വരണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ TTR കണ്ടു നമുക്ക് ടിക്കറ്റ് കിട്ടാനാണ് സാധ്യത. ഈ ട്രെയിനിന് ഇടയ്ക്ക് 1-2 സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനൊക്കെ പറ്റും. മൊത്തം ഒരു 6-7 മണിക്കൂർ നീണ്ടൊരു യാത്ര ആയതുകൊണ്ട് എന്തായാലും ഭക്ഷണം വെള്ളമൊക്കെ കരുതുക. മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് ട്രെയിൻ യാത്ര മുന്നോട്ട് പോവാണ്. ഈ ഷിംല റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഷിംല മാൾ റോഡിലേക്കുള്ള ദൂരം. നമുക്ക് നടക്കാനായിട്ടുള്ളൊരു ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ജനുവരി ഫെബ്രുവരിയാണ്. കാരണം ആ സമയത്താണ് മഞ്ഞ് നമുക്ക് കാണാം. മഞ്ഞിനകത്തോടെ ഒരു ട്രെയിൻ യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ജനുവരി ഫെബ്രുവരി ടൈമിലാണ്.